ഒറ്റ മിനിറ്റ് എനിക്ക് പൊള്ളുന്നു. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ക്ലിയർ കുറവുണ്ടാവും, മൈക്ക് എടുക്കാൻ വിട്ടു. ഞാനിപ്പോൾ താഴത്തെ വീട്ടിലല്ല. അതായത് ചിലർ മെസ്സേജ് ഇട്ടായിരുന്നു ഗ്ലൂ ഓൺ ചെയർ പ്രാങ്ക് ചെയ്യുമോ ചോദിച്ചിട്ട്. അപ്പോൾ ഇന്ന് ഗ്ലൂ ഓൺ ചെയർ പ്രാങ്ക് ചെയ്ത് സക്സസ് ആവുമെന്നൊന്നും അറിയത്തില്ല ഗൈസ്. അപ്പോൾ ഞാനിവിടെ വശമെല്ലാം വാങ്ങി ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ പശ ഇവിടെ ഉണ്ട്. അപ്പം ഇതിൽ ഒട്ടും ഇല്ലെന്നൊന്നും അറിയില്ല. ഞാൻ ആളെ എങ്ങനെയാണ് കളിക്കാൻ പോകുന്നത് വെച്ചാൽ മുടി കെട്ടാൻ വേണ്ടിയിട്ട് ആളെ വിളിച്ചിരുത്തും. കാരണം എനിക്കൊരു ഹെയർ സ്റ്റൈൽ നോക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് സക്സസ് ആവുമെന്നും അറിയത്തില്ല, ഇവന്മാർ കുളമാക്കുമെന്നും അറിയത്തില്ല. അപ്പം എന്തായാലും നമ്മളിത് എടുക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഓണാക്കിയിട്ട് ഇവിടെ വെക്കും. പക്ഷെ അത് അവളെ അറിയില്ല. കാരണം ഞാൻ അറിയാത്ത രീതിയിൽ ഫോൺ ചാരി വെക്കുന്ന രീതിയിലാണ് വെക്കാൻ പോകുന്നത്. ശരി, നോക്കാം. ഇങ്ങനെ നീ ചീർപ്പെടുത്തിട്ടാ ഒരു ഹെയർ സ്റ്റൈൽ നോക്കാലോ. താഴെന്ന് എടുത്തിട്ട് പറഞ്ഞേ, താഴെയുള്ള ആ ചീർപ്പെടുത്തതാ നല്ല. കിങ്ങിണി കിട്ടിയാ? പറഞ്ഞിട്ട് എവിടെത്തു? ഒന്നും കൂടി കയറിയിട്ട് ഒട്ടിക്കും. ഒരു ഹെയർ സ്റ്റൈൽ നോക്കട്ടെ. നാളെ ഒന്ന് ഒരാൾക്ക് കെട്ടി കൊടുക്കാനുണ്ട് എന്റെ തലയിൽ നോക്കാൻ. ഞാൻ തന്നെ വളരെ ഐശ്വര്യം, എന്റെ ഐശ്വര്യമാണ്. കുത്തി പറയുന്ന ഒറ്റ മിനിറ്റ് എനിക്ക് പൊള്ളുന്നു. ഗ്ലൂ ഓൺ ചെയർ പ്രാങ്ക്. ഇത് കട്ട് ചെയ്തിട്ട് ബാക്കി പറ്റുന്നില്ല. അടികൂടി ഗ്ലൂ ഓൺ ചെയർ പ്രാങ്ക്. അപ്പൊ ഇത് സക്സസ് ആയി. ഞാൻ അരിച്ചില്ല, ഇത് ഒട്ടുമെന്ന് വിചാരിച്ചില്ല കേട്ടാ. നല്ലോണം ഒട്ടി കഴിച്ച എനിക്കല്ലേ, ഞാൻ പൊള്ളുന്നു. കസിൻ ഇരുന്നപ്പോ എനിക്ക് പൊള്ളുന്നു. ബാക്ക് പോവാഞ്ഞ ഭാഗ്യം. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രാങ്ക് സക്സസ് ആയി ഗൈസ്. അപ്പൊ നിനക്കെന്നാ ഫീൽ ചെയ്തേ? എനിക്കല്ലേ, നിങ്ങൾ മുടി കെട്ടാത്തോണ്ട് അവിടെ ഇരുന്നല്ലോ. ഇരുന്നപ്പോ എനിക്ക് വലിയ ഇതായില്ലേ, കുറച്ച് കഴിയുമ്പോ എന്തോ പൊള്ളുന്ന പോലെ, ചൂട് തട്ടിയ പോലെ. ഇന്ന് വേരുണ്ടെങ്കിൽ വിചാരിക്കും അതിൻ്റെതാണ്. ഇന്ന് വേരുമില്ല, ഫുൾ മഴ. എന്നിട്ട് എന്താ കസേരക്ക് ഇങ്ങനെ ചൂടെന്ന് വിചാരിച്ച് നിന്ന് എണീച്ചതാണ്. എണീക്കുമ്പോ എണീക്കാൻ പറ്റുന്നില്ല, ഒട്ടിപ്പോയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായിട്ടുണ്ടല്ലേ. എന്നാലും എനിക്ക് മനസ്സിലായി. കാരണം അന്ന് ഇങ്ങനെ ഗ്ലൂ ഓൺ ചെയർ പ്രാങ്കിന്റെ ഇങ്ങനെ കമന്റ് ഇവള് കണ്ടായിരുന്നു.
പക്ഷേ പ്രതീക്ഷിക്കാത്ത സമയം നമ്മൾ കുറെ ഗ്യാപ്പ് എടുത്ത് വീഡിയോസ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട്. ഞാൻ വിചാരിച്ചു ഇവർക്ക് കുറെ എന്താ ഇങ്ങനെ സാരി ഡ്രാപ്പിങ്ങിന്റെ എല്ലാം കുറെ ഇത് എന്താ അതിനെന്താ വർക്ക് സാരി ഡ്രാപ്പിങ്ങിന്റെ വർക്ക് എല്ലാം വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് ഉള്ളിൽ തന്നെയായിരിക്കും വിചാരിച്ചിട്ട് നിർത്തുന്നതാണ്. നോക്കുമ്പോ പണി എനിക്ക് തന്നെ തന്നു ഗൈസ്. ഞാനാണ് ഐശ്വര്യം, എന്നിട്ട് ആ ഐശ്വര്യമുള്ള എന്നെ തന്നെ പണി വെച്ച് കിടക്കട്ടെ. ഇവിടെ എണീക്കാൻ പറ്റുന്നില്ല, അടി കൂടെ ചൂടെന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞ ഞാനും ഒന്ന് പേടിച്ചു. ഈശ്വരാ പണി കിട്ടിയ. അപ്പൊ അത് സക്സസ്. അപ്പോൾ ഇനി ഇതുപോലത്തെ വെറൈറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇനി ഓണപ്പരിപാടിയൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇപ്രാവശ്യം നമുക്ക് നമ്മുടെ ഫാമിലീസിന് ഓണമില്ല, പക്ഷെ നമ്മുടെ നാട്ടിൽ ഓണമുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ആയിട്ടൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രാങ്ക് കിട്ടിയിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും അതുവരെയും ബൈ.